നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നെന്താ നാക്ക് കൊടുക്കുന്നത് പ്രസ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോസ് എല്ലാവരും സുന്ദരിയാക്കിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സുന്ദരിയായെന്നും മുഖത്ത് വന്ന മാറ്റങ്ങളുടെ കഥകളും ഒക്കെ എനിക്ക് വാട്സപ്പിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഖത്ത് പിമ്പിൾസ്, ഓയിലി സ്കിന്നുകാർക്ക്, അതായത് ഓയിലി സ്കിൻ അല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് പിമ്പിൾസൊക്കെ വരാറുണ്ട്. ഓയിലി സ്കിന്നുകാർക്കാണല്ലോ കൂടുതലും നമുക്ക് പിമ്പിൾസ് വരാൻ സാധ്യത. അപ്പോൾ ഇന്നത്തെ നല്ലൊരു വീഡിയോ ആകട്ടെ, ഒരു 5 ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആകട്ടോ. എൻ്റെ മുഖത്താണെങ്കിൽ പിമ്പിൾസ് വന്ന കറുത്തപ്പാടും ഒന്നും കവളയിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മുഖം ക്ലെൻസ് ചെയ്യണം. വെറുതെ നല്ല പോലെ വെറും വാട്ടറിൽ നല്ലപോലെ മുഖം വാഷ് ചെയ്യുക. ഫേസ് വാഷ് ഒന്നും ഇട്ട് മുഖം വാഷ് ചെയ്യണ്ട. വെറുതെ നല്ല ഒരു ചൂടുവെള്ളമാണെങ്കിൽ, അതായത് ഒരുപാട് ചൂടൊന്നും മുഖത്തോട്ട് ഒഴിക്കല്ലേ, ചെറിയ ഒരു ചൂടുവെള്ളമാണെങ്കിൽ നല്ല കാര്യം. എന്നിട്ട് നമ്മുടെ റാഗിപ്പൊടി ഉണ്ടല്ലോ, റാഗിപ്പൊടി അറിയാൻ മേലാത്തവരാരും കാണത്തില്ല. നമ്മൾ റാഗിപ്പൊടിയും പാലും വേറെ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ടാൻ മാറാനും വെളുക്കാനും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് പിമ്പിൾസ് മാറാനും പിമ്പിൾസ് വന്ന പാട് 5 ദിവസം കൊണ്ട് നല്ല നിശേഷം മാറി മുഖത്ത് നല്ല വെളുത്ത് മുഖത്ത് നല്ല കളറും കൂടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ റാഗി പൊടി എടുക്കുക. റാഗി ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത് കഴുകി വേണം കേട്ടോ, അതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓർക്കുന്നില്ല, പണ്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് ഇതിങ്ങനെ കഴുകിയെടുത്ത് അരകല്ലേ വെച്ച് നമ്മൾ അരച്ചെടുക്കും. മിക്സിയിൽ അരച്ചാൽ മിക്സിയുടെ ചൂട് കൊണ്ട് അതിൻ്റെ ഗുണം കുറയുമോ എന്നോർത്തുകൊണ്ട് ഞാനൊക്കെ എൻ്റെ മക്കൾക്കൊക്കെ കൊടുത്തതുണ്ടല്ലോ, അരകല്ലേ വെച്ച് അരച്ച് അതിനെ അരിച്ചെടുത്ത് അതിനെ കുറുക്കി, ഓർക്കുന്നുണ്ടോ? അത് നമ്മൾ വെറുതെ, അന്നൊന്നും ഈ റാഗിയുടെ ഇത്രയും ഗുണങ്ങൾ അറിയില്ല. നമ്മൾ മിച്ചമുള്ള ഞങ്ങളുടെ ദൂരോട്ട് കളയുമല്ലേ, അത് നമുക്ക് കഴിച്ചാൽ മതിയായിരുന്നു. അത്ര ഗുണമാണ്. എല്ലിന്, പല്ലിന്, കാൽസ്യം, അയൺ എല്ലാം ഉള്ള സാധനമാണ് റാഗി. നമ്മൾ റാഗി കുറച്ച് കുറുക്കി കുടിക്കുവാണെങ്കിൽ നല്ല ഗുണമാകട്ടോ. അപ്പോൾ എല്ലാവരും ഈ കൈക്ക് വേദന, കാലിന് വേദന, നടുവിന് വേദന, ഇങ്ങനെയൊക്കെ വേദനയുള്ളവർ ഈ റാഗി കുറച്ചെടുത്തിട്ട് നല്ലപോലെ കുറുക്കി, ഞാനത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്, അതിങ്ങനെ കുടിക്കുന്നതും എങ്ങനെയാണ് കുടിക്കേണ്ടത്. നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് കുടിക്കാനായിട്ട് മടിയുള്ളവർ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതാണെന്ന് ഓർക്കരുത്. ഈ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. നമുക്കിങ്ങനെ വെറുതെ കുടിക്കാനൊരു മടിയാണെങ്കിൽ കുറച്ച് നിലക്കടല അതിനകത്ത് ഇടാം, ബദാം ഇടാം. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഇരിക്കുന്നത് അത് നമുക്ക് ഈന്തപ്പഴം മുറിച്ചിടാം. അതെല്ലാം രക്തം കൂട്ടാനും ഒക്കെ നല്ലതല്ലേ. അപ്പം ആ കാര്യം മനസ്സിലായല്ലോ. അതങ്ങനെ ചെയ്യണം. എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ അല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ പിമ്പിൾസ് മാറാനായിട്ട് ഈ റാഗി തന്നെ നമ്മൾ പൊടിച്ച കുറച്ച് ഒരു ബൗളെടുക്കുക. അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക. റോ മിൽക്ക് വേണം, തിളപ്പിച്ചാറ്റിയ പാലല്ല, പച്ചപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമാണ് പിമ്പിൾസിനെ തടഞ്ഞ്. ഇത്രയും കാര്യം എന്തിനുള്ളതാണെന്നറിയാവോ? നല്ല കളർ വരാൻ, സ്കിന്നിന് നല്ല കളർ വരാനും നല്ല ഗ്ലോ കിട്ടാനും തിളക്കം വരാനും ഒക്കെയുള്ള സാധനമാണ് ഇത്രയും നേരം നമ്മൾ ഇട്ടത്. എന്തൊക്കെയാ? റാഗി പൗഡറും പാലും. ഇനി നമ്മൾക്ക് ചേർക്കുന്ന സാധനമാണ് നമ്മുടെ പിമ്പിൾസിനെ കളഞ്ഞ് കറുത്തപാടിനെ കളയാനുള്ള കാര്യം. 5 ദിവസം അടുപ്പിച്ച്, ഏതൊരു ടൈമിലാണോ നിങ്ങൾ ഇടുന്നത്, വൈകുന്നേരം ആയിരിക്കുമല്ലോ മിക്കവാറും അമ്മമാരും പിള്ളേരും ഒക്കെ, കോളേജിൽ പോകുന്ന പിള്ളേരാണേലും സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിലും അവർ വൈകുന്നേരം ഇടാനേ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഒരു 7:30 ടൈം ആണെങ്കിൽ ആ ഒരു സമയം തന്നെ ഒരു 5 ദിവസവും അടുപ്പിച്ച്, 5 ദിവസം അല്ലെ 7 ദിവസം അല്ലെ 9 ദിവസം, ഈ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുഖത്തെ സകല പ്രശ്നങ്ങളും മാറിയിരിക്കും. ഈ കറുത്തപ്പാട് നന്നായിട്ട് മാറിയിരിക്കും. പിമ്പിൾസ് വന്നത് അമങ്ങിപ്പോയിട്ടുണ്ടാകും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നന്നായിട്ട് കുരു ഇവിടെയൊക്കെ പഴുത്ത് ഇങ്ങനെ വന്നിരിക്കുന്ന കുട്ടികൾ എത്രയോ കുട്ടികളുണ്ട്. എനിക്ക് കുറേ ഇങ്ങനെ വാട്സപ്പിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. പിള്ളേരാന്ന് തോന്നുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാമെന്ന് ഞാൻ കരുതിയത്.
ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് എൻ്റെ മുഖത്ത് കാണിക്കാമെന്ന് ഓർത്തായിരുന്നു. അപ്പം ഞാനത് വേണ്ട, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പം റാഗി പൗഡർ എടുത്തു, പാലെടുത്തു. ഇനി ഇതിലേക്ക് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇതിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതിനകത്തോട്ട് ചേർക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഏത് നാരങ്ങാനീര്, തക്കാളി നീര്, ഓറഞ്ച് നീര്, ഇതിൽ മൂന്നിൽ ഏതാണോ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നത്, അതായത് നാരങ്ങ ഇരിപ്പുണ്ടെങ്കിൽ നാരങ്ങയുടെ 3 തുള്ളി, അതിൽ കൂടുതൽ ചേർക്കുകയേ ചെയ്യരുത് കേട്ടോ. ആ 3 തുള്ളി ഒഴിക്കുക. അതില്ല, നാരങ്ങാനീരില്ല, ഇപ്പം നമ്മുടെ കയ്യിൽ ഓറഞ്ച് ഉണ്ട്, ആ ഓറഞ്ച് ഏത് സാധനമാണോ ആദ്യം മുതൽ ഉപയോഗിക്കുന്ന ആ സാധനം തന്നെ ഒടുവ് വരെ ഉപയോഗിക്കണം കേട്ടോ. 5 ദിവസം ആകുമ്പോൾ തന്നെ നല്ല മാറ്റം ഫേസിൽ വരും. അപ്പോൾ ഇത് 3 കൂടെ ഒഴിച്ച്, ഇപ്പം ഓറഞ്ചിൻ്റെ ജ്യൂസാണെങ്കിൽ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക, നാരങ്ങയുടെ 3 തുള്ളി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. 3 കൂടെ അല്ല, ഒറ്റ ഒരെണ്ണം. പിന്നെന്താ, പിന്നെ നമ്മൾ നാരങ്ങാനീര്, ഓറഞ്ച്, തക്കാളി നീരാണെങ്കിൽ തക്കാളിയുടെ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബൗളിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഫുള്ള് തേച്ച് കൊടുക്കുക. നെറ്റിയേലും തേച്ച് കൊടുക്കാം, കഴുത്തേലും തേച്ച് കൊടുക്കാം, ചെവിയേലും തേച്ച് കൊടുക്കാം. ഫുൾ ഫേസ് എന്ന് പറയുമ്പം ഇങ്ങനെ ഇവിടം വരെയും വരണം കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒക്കെ നമ്മുടെ മുഖത്തിന് നല്ല കളർ വരും, നമ്മുടെ കഴുത്തിന് വേറൊരു കളറ്, ചെവിക്ക് വേറൊരു കളർ, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും. അപ്പം അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പം മുഖത്ത് ഫുള്ള് തേച്ച് കൊടുത്തിട്ട്, മുഴുവൻ തേച്ച് കൊടുത്തിട്ട്, ഈ കവിളിൻ്റെ ഇത്രയും പോർഷൻ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് കുരുവും പിമ്പിൾസ് വന്നിട്ട് ഇങ്ങനെ കറുത്ത പാടും ഒക്കെ ആയിട്ടിരിക്കുന്നത്, അവിടെ ഈ ഒരു മിശ്രിതം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, റാഗി പൗഡർ അല്ലേ, അപ്പം ചെറിയൊരു സ്ക്രബൊക്കെ കിട്ടും. അപ്പോൾ ഇതിനകത്തെ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് വെളിയിൽ പോരാനും ഒക്കെയാണ്. ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം അവിടെ ഇരുന്നോട്ടെ. ആ 20 മിനിറ്റും കൊണ്ട് നമുക്ക് നമ്മുടെ കൂള് വന്ന് കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ മുഖത്തിനെ ക്ലീൻ ആക്കാനും, മുഖത്തിന് നല്ലൊരു കളർ വരുത്താനും, മുഖത്തിൻ്റെ എല്ലാ അഴുക്കും പോകാനും, മുഖത്തിന് നല്ല ഗ്ലോ വരാനും, മുഖത്തിന് കളർ വരാനും എല്ലാം ഈ ഒരു കാര്യം ചെയ്താൽ മതി. അപ്പം പിമ്പിൾസ് ഇല്ലാത്തവരിത് ചെയ്യണോ എന്ന് ചോദിക്കും. പിമ്പിൾസ് ഇല്ലാത്തവർക്ക് ചെയ്യാം. എന്തൊക്കെയാ? റാഗി പൗഡർ, പാലിനകത്ത് റാഗി പൗഡർ മിക്സ് ചെയ്യുക, ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുക്കുക. ഓറഞ്ച് നീര് ഒഴിച്ച് നമുക്ക് നമ്മുടെ പിമ്പിൾസ് ഇല്ലാത്തവർക്ക് നമ്മുടെ മുഖത്തിടാം. ഇപ്പോൾ ഇന്ന് എൻ്റെ ഓറഞ്ച് ഇല്ലായിരുന്നു കേട്ടോ, അല്ല ഞാനത് ചെയ്ത് കാണിച്ചിട്ട് ബാക്കി പറഞ്ഞു തന്നേനെ. ഇപ്പോഴും ആ കൂള് വരുന്നുണ്ട്, ഞാൻ ഒന്ന് നോക്കട്ടെ എന്താണ്. ഇടയ്ക്ക് കോള് വന്ന് കട്ടായി പോയതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിർത്തിയത്. 2 പ്രാവശ്യം കോള് വന്ന് കട്ടായിപ്പോയി. അത് ഞാൻ എന്താണെന്ന് ചോദിച്ച കാര്യം. അപ്പം ഓയിലിന് ക്യാഷ് ഇട്ടിട്ട് പറയാൻ മറന്നുപോയി, ഞാനും ഒട്ട് ശ്രദ്ധിച്ചില്ല. അപ്പം അതിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു മിശ്രിതം നന്നായിട്ട് പിമ്പിൾസ് ഉള്ളവരും പിമ്പിൾസ് വന്ന് കറുത്തപാടുള്ളവരും ഇങ്ങനെ 5 ദിവസം തേച്ച് നോക്കുക. 5 ദിവസം തേച്ചിട്ട് നല്ലൊരു മാറ്റം വന്നെങ്കിൽ 7 ദിവസം തേച്ച് നോക്കുക. 7 ദിവസം തേച്ചിട്ട് നന്നായിട്ട് മാറുന്നുണ്ടെന്ന് കാണുവാണെങ്കിൽ അത് 9 ദിവസം തേച്ച് കറക്റ്റ് തേച്ച് അത് പൂർത്തീകരിക്കുക. നിങ്ങളുടെ മുഖത്ത് നിന്ന് നന്നായിട്ട് പിമ്പിൾസ് മാറിയിട്ട് പിമ്പിൾസിൻ്റെ കറുത്തപാടും എല്ലാം മാറും കേട്ടോ. പിന്നെ ഈ മുഖത്തെല്ലാം അവിടെ ഇവിടെയൊക്കെ ഓരോ ഇങ്ങനെ കുരുക്കൾ വരത്തില്ലേ, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ അവർക്കും നല്ല സൂപ്പറാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. 5 ദിവസം നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യണം. വെറുതെ തേച്ച് വെച്ചാൽ പോരാ, തേച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്തിട്ട് ബാക്കി ആ പാത്രത്തിൽ ബൗളിലുള്ളതും കൂടെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അവിടെ വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക കേട്ടോ. വേറെ ഒന്നും തേക്കണ്ട, അത് കഴിഞ്ഞ് ഒന്നും തേച്ച് കൊടുക്കണ്ട, അങ്ങനെ അങ്ങ് പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ എടുക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതൊക്കെ തണുപ്പുണ്ടോ? ഇവിടെ ഒരു ശകലം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. പകൽ ഭയങ്കര വെയിലാട്ടോ. ഒരു 5 മണി, ഇപ്പം 5:30 ആയ സമയം, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ഭയങ്കര തണുപ്പ് പോലെ തുടങ്ങുന്നുണ്ട്. രാത്രിയിലൊക്കെ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് ഇപ്പം കേട്ടോ. അപ്പോൾ വൃശ്ചിക മാസമല്ലേ, എനിക്കിഷ്ടമാണ് വൃശ്ചിക മാസം എന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വാഴൂര് എൻ്റെ അമ്മയുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ എല്ലാവരും കൂടെ ഉത്സവത്തിന് പോകുന്നതും ഒക്കെ എൻ്റെ മനസ്സിലെ ഓർമ്മ. വൃശ്ചികം എന്ന് പറയുമ്പോഴേ എനിക്ക് ആ ഒരു ഓർമ്മ. ഭയങ്കര തണുപ്പത്ത് ബാലയെ കാണാനൊക്കെ പോയിരിക്കും. അതായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഉത്സവത്തിന് എവിടെ താമസിക്കുന്നവരായാലും ആ ഒരു ടൈമിൽ അവരവൻ്റെ വീടുകളിൽ തിരിച്ചെത്തും. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ഉത്സവങ്ങൾ എൻ്റെ മരിച്ചുപോയ ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി എൻ്റെ ഓമന ചേച്ചിയുടെ മരിച്ചുപോയ
പിന്നെ ഉഷ ചേച്ചി, അങ്ങനെ എല്ലാവരും എൻ്റെ ആൻറ്റിമാരും എല്ലാവരും എൻ്റെ കുഞ്ഞമ്മ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഉത്സവം കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. വൃശ്ചിക മാസം എൻ്റെ ഇതുവരെയുള്ള പ്രായത്തിൽ എനിക്ക് ആ ഓർമ്മയാണ് വൃശ്ചികം എന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ എൻ്റെ ഒരു മോനൻ ചേട്ടനുണ്ട്. ചേട്ടൻ ഇങ്ങനെ തീ ഇങ്ങനെ കൂട്ടുവേ, തീ ഇങ്ങനെ കൂട്ടിയിട്ട് വെളുപ്പിനാകുമ്പോഴത്തേനും തീ കൂട്ടി ഇങ്ങനെ തീ കായും. അതായത് തണുപ്പ് കാരണം. അതൊക്കെ നല്ല രസമാണ് ഓർക്കാനായിട്ട്. ആ ഒരു സമയം ഭയങ്കര ഒരു സന്തോഷമുള്ള സമയമല്ലേ. ഞങ്ങൾ സന്ധ്യ ആകുമ്പോഴത്തേനും എല്ലാവരും, ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു 10-15 ഉണ്ട്, 10-15 പേരുണ്ട്, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോഴത്തേനും എല്ലാവരും കൂടെ ദീപാരാധന തൊഴാൻ പോകും. ആദ്യം ദീപാരാധന തൊഴാൻ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉത്സവം കാണാൻ പോകും. അപ്പോൾ എന്നെ അരവിന്ദാശവനൊറ്റ ബാലെ ഇതൊക്കെ ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞിട്ടുള്ളതാന്ന് തോന്നല്ല. ഇങ്ങനെ തോർത്തൊക്കെ വിരിച്ചിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇങ്ങനെ ഇട്ട് ആരെങ്കിലും മടിയോട്ട് കയറി ഞാൻ ചാച്ചും. അതൊക്കെ കുഞ്ഞല്ലേ. ദൈവമേ, വൃശ്ചികം എന്ന് പറയുമ്പോൾ ആ ഒരു ചിന്തയാട്ടോ. ഈ പ്രാവശ്യം തൊഴാൻ പോകണമെന്നുണ്ട്. പിന്നെ ഇപ്പം വീട്ടിൽ ആരും ഇല്ലല്ലോ, എല്ലാവരും അതിലേതിലൊക്കെ പോയി. കുറച്ച് പേരെ ദൈവം വിളിച്ചുകൊണ്ട് പോയി. പിന്നെ അതൊക്കെ ഓർക്കുമ്പോൾ അയ്യോ ഭയങ്കര ഒരു ഇതാകട്ടോ. നമ്മൾ മാത്രമല്ല, അയൽവക്കംകാരെല്ലാവരും, അതായത് നമ്മുടെ ഇവിടുത്തെ പോലെ അടുത്തടുത്തൊന്നും അല്ല അവിടെ വീട് കേട്ടോ. 1/2 ഏക്കർ 1 ഏക്കർ സ്ഥലത്തൊക്കെ അടുത്ത വീട് വരുന്നത്. എന്നാലും അങ്ങ് താഴേന്നുള്ളവർ കയറി വരും. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെല്ലാവരുടെയാണ് അമ്പലത്തോട് തൊട്ടടുത്ത അമ്പലത്തിലെ മൈറ്റും പാട്ടും എല്ലാം 10 ദിവസവും 10 ദിവസമാണോ 7 ദിവസമാണോ അമ്പലത്തിലെ ഉത്സവം നടക്കുന്നത്. അയ്യപ്പനാട്ടോ. നല്ല ഒരു ഓർമ്മകളല്ലേ. അതാണ് എനിക്ക് പെട്ടെന്ന് ഈ തണുപ്പ് വരുമ്പോഴേ എനിക്ക് ആ ഒരു ചിന്തയാണ് വരുന്നത്, ശാസ്താംകാവിൽ പോകുന്ന ഒരു ഓർമ്മ. അപ്പോൾ ഞാൻ ഒത്തിരി പുറകോട്ടങ്ങ് പോയി. നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാതെ വരയ്ക്കും. ബൈ.